സോ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്ന ആൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ടൈമറാണ് നമ്മുടെ വർക്ക് ഹവർ ട്രാക്ക് ചെയ്യുന്നത്. ബസർ അലാറം ഓട്ടോമാറ്റിക്കലി ഓൺ ആകും. കണക്റ്റിംഗ് ടു ജാർവിസ്, കണക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. I am Jarvis, your personal intelligent assistant. My purpose is to organize your schedule, monitor your progress. വർക്ക് ഹവർ ഡേറ്റിന്റെ ബേസിൽ സ്റ്റോർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യൂട്യൂബിൽ ഓൾമോസ്റ്റ് 100+ ജാർവിസ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. അതിൽ തന്നെ മോസ്റ്റ് ഓഫ് ദം യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ API കീസ് യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് AI യൂസ് ചെയ്തിട്ടായിരിക്കും. ബട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ജാർവിസിൽ നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നില്ല. ഏതൊരു വ്യക്തിയും തൻ്റെ ഫീൽഡിൽ ജീനിയസ് ആകാൻ മിനിമം 10,000 മണിക്കൂറെങ്കിലും ആ ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമൊക്കെ ഞാൻ വർക്കിംഗ് ഹവേഴ്സ് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ആയിരുന്നു. ബട്ട് അതിൽ നമ്മൾ വർക്കിംഗ് ഹവേഴ്സ് എഴുതാനായിട്ട് വേറെ സമയം കണ്ടെത്തണമായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു വേ ആണ് യൂസ് ചെയ്യുന്നത്. മീറ്റ് മൈ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ജാർവിസ്. റോബോഫിസ് ആനിമേഷൻ നമ്മുടെ വർക്കിംഗ് ടൈം ട്രാക്ക് ചെയ്തു തരുന്നു. ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ, വോയിസ് ആൻഡ് ടെക്സ്റ്റ് ബേസ്ഡ് റിമൈൻഡേഴ്സ്, ദെൻ ഫൈനലി നമ്മുടെ വർക്ക് ഹവേഴ്സ് SD കാർഡിൽ സ്റ്റോർ ചെയ്യുന്നു. 0.96 ഇഞ്ച് OLED ഡിസ്പ്ലേ, ഒരു മൈക്രോ SD കാർഡ് മൊഡ്യൂൾ, മാക്സ് 98357 ഒരു 3W ആംപ്ലിഫയർ, 4A 3W ഒരു സ്പീക്കർ, ESP32 ഡേവ് മൊഡ്യൂൾ, DS3231 ഒരു RTC മൊഡ്യൂൾ, PIR മോഷൻ സെൻസർ, ആൻഡ് ഫൈനലി ബസർ. ESP32 OLED ആംപ്ലിഫയർ, ബസർ, ഈ മൊഡ്യൂൾസ് ഒക്കെ നമ്മൾ ബ്രെഡ് ബോർഡിൽ തന്നെ വെച്ച് കണക്ട് ചെയ്യുന്നു. ആൻഡ് ബാക്കിയുള്ള മൊഡ്യൂൾസ് എല്ലാം ജമ്പർ വയർസ് യൂസ് ചെയ്ത് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ സ്ക്രീനിൽ കാണുന്ന കണക്ഷൻ ടേബിൾ പോലെ നമ്മുടെ മൊഡ്യൂൾസ് കണക്ട് ചെയ്യുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ESP32 ആംപ്ലിഫയർ, PIR മോഷൻ സെൻസർ, SD കാർഡ് മൊഡ്യൂൾ എന്നിവയ്ക്ക് 5V VCCയിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ബസർ, OLED എന്നിവയ്ക്ക് 3.3V പവർ മതി. കണക്ഷനൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ജാർവിസ് വളരെ അലമ്പായിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഒരു ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്ത് മൊഡ്യൂൾസ് ഒക്കെ ബ്രെഡ് ബോർഡിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ESP32ലേക്ക് കോഡുകൾ അപ്ലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 2 കോഡുകളാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ RTC മൊഡ്യൂളിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാനുള്ള കോഡ് അപ്ലോഡ് ചെയ്യാം. ഈ കോഡിൽ RTC.adjust എന്ന് തുടങ്ങുന്ന ലൈനിലാണ് നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യുന്നത്. ഇവിടെ 2026 6/3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇയർ, മന്ത്, ഡേറ്റ് എന്ന ഫോർമാറ്റാണ്. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഉള്ള 11:54 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കറക്റ്റ് ടൈമിൽ റിമൈൻഡേഴ്സ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. RTC മൊഡ്യൂളിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാനുള്ള കോഡ് അപ്ലോഡ് ചെയ്യാം. RTC കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജാർവിസ് കോഡ് ESP32ലേക്ക് അപ്ലോഡ് ചെയ്യുക. ജാർവിസ് കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത ഡേറ്റ് ആൻഡ് ടൈം സീരിയൽ മോണിറ്ററിൽ റൺ ആകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ബ്രൗസറിൽ പോയി എലവൻസ് ലാബ് എന്ന് സെർച്ച് ചെയ്യുക. എലവൻസ് ലാബ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവെർട്ടർ സൈറ്റാണ്. ശേഷം ആദ്യം വരുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തതാണ്. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ടെക്സ്റ്റായി എഴുതുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്പീച്ചായി ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് തരും. കുറച്ച് ജാർവിസിലേക്ക് മെസ്സേജുകൾ ഞാൻ ChatGPT വെച്ച് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ സൈറ്റിൽ പേസ്റ്റ് ചെയ്ത് സ്പീച്ചാക്കി ഞാനൊരു ഡെമോ കാട്ടിത്തരാം. The time is now 7:30 a.m. It's time for breakfast. Proper fuel leads to peak performance. Please enjoy your meal and prepare for today's mission. Recharge yourself before you build the future. I'll be standing by, sir. സൈറ്റിൻ്റെ റൈറ്റ് ബോട്ടം സൈഡിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്ത വോയിസ് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യമുള്ള എല്ലാ ടെക്സ്റ്റും വോയിസ് ആക്കി ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾക്കെല്ലാം വലിയ ഫയൽ നെയിംസ് ആയിരിക്കും.
അതെല്ലാം റീനെയിം ചെയ്ത് ചെറുതാക്കുക, അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. MP3 ഫോർമാറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ ESP32ൻ്റെ CPU വർക്ക് ലോഡ് കൂടും. CPU-ൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വേവ് ഫയൽസ് ആണ്. സോ നിലവിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ MP3 ഫയൽസും വേവ് ഫയൽസ് ആക്കി കൺവേർട്ട് ചെയ്യണം. MP3 ഫയലിനെ വേവ് ഫയൽ ആക്കാൻ MP3 ടു വേവ് ഫയൽ കൺവേർട്ടർ എന്ന് ബ്രൗസ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് വരുന്ന ക്ലൗഡ് കൺവേർട്ടർ എന്ന സൈറ്റ് ചൂസ് ചെയ്യുക. സെലക്ട് ഫയൽ ചൂസ് ചെയ്ത് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാനൽ മോണോ ചൂസ് ചെയ്യുക. സാമ്പിൾ റേറ്റ് 22050 ഹെഡ്സ് ചൂസ് ചെയ്യുക. ഓഡിയോ റേറ്റ് 256 ആക്കുക. വോളിയം 400+ ആക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. അതിനുശേഷം കൺവേർട്ടർ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വേവ് ഫയൽ റെഡി. ദെൻ ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ എല്ലാ MP3 ഫയൽസും വേവ് ഫയൽസ് ആക്കി ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വേവ് ഫയൽസ് എല്ലാം SD കാർഡിൽ അപ്ലോഡ് ചെയ്യണം. സോ ആദ്യം SD കാർഡ് എടുത്ത് നമ്മുടെ SD കാർഡ് റീഡിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യുക. നമ്മുടെ വേവ് ഫയൽസ് എല്ലാം SD കാർഡിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം SD കാർഡ് മൊഡ്യൂളിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് റിമൈൻഡേഴ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോണിൽ പ്ലേ സ്റ്റോർ എടുത്ത് സീരിയൽ ബ്ലൂടൂത്ത് ടെർമിനൽ എന്ന് സെർച്ച് ചെയ്യും. അതിനുശേഷം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനു മുമ്പ് നമ്മുടെ ജാർവിസിലേക്ക് പവർ കൊടുക്കുക. എങ്കിൽ മാത്രമേ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. നമ്മൾ ഡൗൺലോഡ് ആക്കിയ ബ്ലൂടൂത്ത് ടെർമിനൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആപ്പിൻ്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ ഡിലീറ്റ് ബട്ടണിൻ്റെ അടുത്തുള്ള ഈ ബട്ടൺ ടച്ച് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനലിൽ കണക്റ്റിംഗ് ടു ജാർവിസ് കണക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ജാർവിസ് നമ്മുടെ ഫോണുമായി കണക്റ്റഡായി. ഇനി നമുക്ക് ഷെഡ്യൂളും റിമൈൻഡേഴ്സും സെറ്റ് ചെയ്യാം. ആഡ് ബാർ, ടൈം ബാർ, മെസ്സേജ് ബാർ, ഫയൽ നെയിം ഡോട്ട് വേവ് എന്ന ഫോർമാറ്റിലാണ് നമ്മൾ റിമൈൻഡേഴ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇവിടെ ആഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ആഡ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. ടൈമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 24 ഹവർ ക്ലോക്കാണ്. സോ 12 മണി കഴിഞ്ഞാൽ 1 PM പകരം 13 മണിയായിരിക്കും. ഇവിടെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ റിമൈൻഡേഴ്സ് പ്ലേ ആക്കുമ്പോൾ OLEDയിൽ ഡിസ്പ്ലേ ആകുന്ന ടെക്സ്റ്റ് മെസ്സേജാണ്. ഈ ഫോർമാറ്റിൽ ഫയൽ നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ വേവ് ഫയലിൻ്റെ പേര് .വേവ് എന്ന് കൊടുക്കുക. നമ്മുടെ മോഷൻ സെൻസർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. സോ മോഷൻ സെൻസറിൻ്റെ മുന്നിലുള്ള ചെറിയ മോഷൻസ് പോലും മോഷൻ സെൻസർ സെൻസ് ചെയ്യും. എപ്പോഴെങ്കിലും മോഷൻ ഡിറ്റക്റ്റ് ചെയ്താൽ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ ഐ ബ്ലിങ്ക് ചെയ്യുന്ന ആനിമേഷൻ ഷോ ആകും. സോ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്ന ആൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സാഡ് ഫേസ് ആണ് കാണിക്കുന്നത് എങ്കിൽ സെൻസറിൻ്റെ മുന്നിൽ ആരുമില്ല എന്നാണ് അതിൻ്റെ ലോജിക്. റോബോ ഐ ബ്ലിങ്ക് ആകുന്ന ടൈമിൽ മാത്രമേ നമ്മുടെ ടൈമർ ഓൺ ആവുകയുള്ളൂ. ഈ ടൈമറാണ് നമ്മുടെ വർക്ക് ഹവർ ട്രാക്ക് ചെയ്യുന്നത്. ടൈമറിലെ വർക്കിംഗ് ഹവർ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും നമ്മുടെ ഡിസ്പ്ലേയിൽ ഷോ ആകും. ഓരോ 1 ഹവർ കംപ്ലീറ്റ് ആകുമ്പോഴും ബസർ അലാറം ഓട്ടോമാറ്റിക്കലി ഓൺ ആകും. ഫോണിലെ ബ്ലൂടൂത്ത് ടെർമിനൽ യൂസ് ചെയ്ത് നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ടൈം ആകുമ്പോൾ SD കാർഡിലുള്ള ഓഡിയോ സ്പീക്കറിലൂടെ പ്ലേ ആകും. നമ്മുടെ കോഡ് പ്രകാരം കൃത്യം രാത്രി 11:55 ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ടോട്ടൽ വർക്കിംഗ് ഹവർ ഡിസ്പ്ലേയിൽ ഷോ ആകും. അതുകൂടാതെ ഇന്നത്തെ വർക്കിംഗ് ഹവേഴ്സ് SD കാർഡിൽ ഓട്ടോമാറ്റിക് സ്റ്റോർ ആവുകയും ചെയ്യും. The time is now 6 a.m. All systems are online and ready. Today's mission: design the gesture control computing system. Every step you take today brings your vision closer to reality. Wishing you a productive and successful day, sir. Enjoy your meal and prepare for today's mission. Recharge yourself before you build the future. I'll be standing by, sir.
Sir, it's now 10 a.m. It's time for a short break. Please take a moment to relax and recharge. A refreshed mind builds better ideas. Be ready, sir. In just a few minutes, today's working hours will be displayed. Please prepare yourself. സമയം കൃത്യം 23:55 ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ടോട്ടൽ വർക്ക് ഹവർ OLEDയിൽ ഡിസ്പ്ലേ ആകും. എൻ്റെ ഇന്നത്തെ ടോട്ടൽ വർക്ക് ഹവർ എന്ന് പറയുന്നത് 1 മണിക്കൂർ 14 സെക്കൻഡാണ്. Sir, your work hours have been saved to the SD card. You can review your progress at any time. Your records are securely stored for future reference. Mission log updated successfully. We'll be standing by, sir. ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം 23:55 കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ SD കാർഡിൽ വർക്ക് ഹവർ സ്റ്റോർ ആയിട്ടുണ്ടാകും. ദെൻ നമ്മുടെ SD കാർഡ് ജാർവിസിൽ നിന്നും പുറത്തെടുത്ത് ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ വേവ് ഫയലിൻ്റെ കൂടെ ഒരു വർക്ക് ലോഗ് .csv എന്ന് പറയുന്ന ഒരു പുതിയ ഫയൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ .csv ഫയൽ ഉണ്ടാക്കിയത് നമ്മുടെ ജാർവിസ് ആണ്. ഈ ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും വർക്ക് ഹവർ ഡേറ്റിൻ്റെ ബേസിൽ സ്റ്റോർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഇന്നത്തെ ടോട്ടൽ വർക്കിംഗ് ടൈം 1 മണിക്കൂർ 14 സെക്കൻഡ് എന്നത് ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. It's sleep time, sir. You worked hard today, and I'm proud of the progress you made. Remember, great dreams take time and consistent effort. Now let your mind and body rest for tomorrow's mission. Good night, sir.